ഹലോ നമസ്കാരം. ചിക്കി കുട്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് നമ്മുടെ ഓട്ടോറിക്ഷയിലോട്ടാണ് പോകണേ. ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ഡ്രൈവർമാരെയാണ് ചിക്കി പറയുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തോരണങ്ങൾ, നല്ല ഭംഗിയുള്ള തോരണങ്ങളാണ്. ഇത് നബിദിനത്തിൻ്റെ ആഘോഷത്തിനായിട്ട് ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശമായ നിലമ്പൂരിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നിലമ്പൂർ കലപ്പങ്ങളുടെ ഫോറസ്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലത്തിൽ കൂടെ. ഈ പാലം ഡോസൺ സാഹിബ് എന്ന് പറഞ്ഞ ഒരു സാഹിബാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ 2 പാലങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റൊരു പാലം. അപ്പോൾ 2 പാലം ഡോസൺ സാഹിബ് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡോസൺ സാഹിബിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകേണ്ടത്. അവിടുന്ന് കുറേ ദൂരം വന്നിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെയാണ് ഇതിന് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഓരോ വലിയ ആൾക്കാർക്ക് 35 രൂപയും കുട്ടികൾക്ക് 20 രൂപയും വാഹനത്തിന് ഓട്ടോറിക്ഷയാണ് നമ്മൾ വേണ്ടത്. ഓട്ടോറിക്ഷയ്ക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റായത്. നമ്മൾ പിന്നെ കുറച്ച് ദൂരം കൂടി അങ്ങോട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഫോറസ്റ്റ് അപ്പുറം ഇപ്പുറം നല്ല കാടാണ്. നല്ല തേക്കുകളാണ് നിൽക്കുന്നത്. തേക്കിൻ കാടാണ്. തേക്കുകളുടെ പറദീസ നിലമ്പൂർ. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കാടാണ്. ഇവിടെ കുറേ തേക്കുകൾ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡോസൺ സാഹിബ് 2 പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് അറിവ്. ഇതൊക്കെ വിൽക്കാനുള്ള തേക്കുകളാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ ഇറങ്ങും പറയുന്നുണ്ട്. അതുപോലെ ഉച്ചയ്ക്കാണ് വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഏരിയയിലെത്തി. നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇഷ്ടം പോലെ വാഹനങ്ങൾ പിന്നെ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുപോയ ഭക്ഷണം നമ്മൾ അവിടെ വെച്ച് കഴിച്ച് സാമ്പാർ, അവിയൽ, പയറ് മെഴുക്ക് പുരട്ടി, ചിക്കൻ, ഓംലേറ്റ്, ഇത്രയും കറികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളതൊക്കെ കൂട്ടി അവിടെ നിന്ന് കഴിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡൊക്കെ കയ്യിലെടുത്ത് പോയതാണ്. അപ്പോൾ നമ്മളത് അവിടെ ഇരുന്നിട്ട് വലിയവരും നമ്മളെല്ലാവരും കൂടി കഴിച്ചു. കുട്ടികളുടെ പേരും പറഞ്ഞു. പിന്നെ ഈ പാലൊക്കെ ഡോസൺ സാഹിബ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 3 പുഴകൾ വന്നിട്ട് ഈ പുഴയിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഈ പുഴയിൽ തന്നെ കുളിക്കാൻ ഇറങ്ങിയിട്ടാണ് ഡോസൺ സാഹിബ് മരിച്ചത്. അപ്പം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാൻ അനുമതിയില്ല. പുഴയിൽ ഇറങ്ങുന്നത് ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇറങ്ങാനൊന്നും പറ്റില്ല. അയവാണ് നല്ല തെളിഞ്ഞുള്ള ആഴമുള്ള സ്ഥലം എല്ലാം ഇവിടെ നഗറുകളുണ്ട്. അവർ ആടിനെയൊക്കെ ചീറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ്. ഇവിടെ തന്നെയാണ് ഡോസൺ
ആനപ്പന്തി കണ്ട 3 ആന. എൻ്റെ ഒരു നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ചുറ്റും നടന്ന് നോക്കണേ ഒരേപോലെയാണ് നല്ല. ഇതിൻ്റെ ഉള്ളിൽ ആനകളെ കയറ്റിയിട്ട് അപ്പോൾ ആനനെ വീഴ്ത്താനൊരു കുഴി അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. ചിക്കു എണിച്ചു ജടയൊക്കെ പോയി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പുറത്തും കൂടെ കറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും കൊണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇത് കാണാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കറങ്ങി 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 ഇങ്ങനെ വന്നപ്പം എന്തേ കൂട്ടിനകത്തൊരു പെണ്ണ് അതിന് ചിക്ക് അപലിച്ചും കയറിയിട്ടും. അപ്പോൾ അപ്പുറത്തൊക്കെ എല്ലാവരും കയറി നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവർ കയറി നിന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതുണ്ട് ചോല നായിക്കർ എന്നാണ്ട് ഇവരെ പറയുന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ ആ പാലത്തിൽ കൂടെ കുറച്ച് നേരം നടന്ന് നമ്മളിങ്ങനെ പോന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ ചിക്കുവിന് മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുഴിമന്തി വാങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പുതിയൊരു വീഡിയോയ്ക്ക് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.